നിമിഷത്താ ചായ കുടിക്കേ പറയണ്ട നിമിഷത്താ രാവിലെ തന്നെ ബസ് മിസ്സായിട്ട് എന്തോ ഒരു പൈസ പോയത്. ബസ് മിസ്സായതല്ലേ? ആ ബസ് മിസ്സായതിന്റെ പുറകിൽ നിന്നെ പടച്ചോനെ എന്തെങ്കിലും ആപത്തിന് രക്ഷിച്ചതാണെങ്കിലോടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് ബസ് മിസ്സായത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലേ? നമ്മളെ ലൈഫിൽ വരുന്ന കുറേ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളല്ല, അത് നമ്മളെ ലൈഫിൽ മറ്റൊരാൾക്ക് വേണ്ടി എന്തോ ചെയ്യാനുള്ള ഒരു പർപ്പസാ. നീ ഇപ്പൊ എന്താ പറയുക, പൈസ പോയിന്നാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പടച്ചോന്ന് പറഞ്ഞതേ ഭയങ്കര അത്ഭുത. നീ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ എന്താ വിചാരിച്ചു പടച്ചോൻ നേരിട്ട് വന്ന് ഇറങ്ങിയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചിരുന്ന അങ്ങനെയാണോ നീ വിചാരിച്ചേ? അല്ല അല്ലെ? എന്നാ നേരിട്ട് വന്ന് പടച്ചോന് സാധിപ്പിച്ചു കൊടുത്ത ഒരു ആഗ്രഹമാണ് ഇപ്പൊ നിന്നിലൂടെ. പടച്ചോൻ മനുഷ്യന്മാരെന്തിനാന്നറിയ ഭൂമിയിൽ ഇട്ടിട്ടുള്ളത്? പരസ്പരം സഹായിക്കാനാ. നീ സഹായിച്ചതേ ആ ടാക്സിക്കാരന്റെ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായത് ആ ടാക്സിക്കാരനാ. എടാ അയാളെ കുടുംബത്തെ അരിയാടന്ന് വെന്തത് നീ കൊടുത്ത പൈസ കൊണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ ആ ബുദ്ധിമുട്ടുണ്ട് ഒരാളെ ജീവിതത്തിൽ ഒരു വെളിച്ചായി. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടും എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ട് അത് നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ആക്കുക. അതായത് എന്റെ ജീവിതത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പടച്ചോൻ നടത്തി തരുന്നത് നമ്മളിലൂടെ വേറൊരാളിലൂടെയാണ്. അപ്പൊ നിനക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് നിന്നെ സഹായിക്കാനായിട്ട് വേറൊരാളുടെ കൈയാവും വരിക. അല്ലാണ്ട് പടച്ചോൻ നേരിട്ട് വന്നിട്ട് ആർക്കും ഒന്നും ചെയ്തല്ലടാ. ഇതാണ് പടച്ചോന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായാ? അപ്പോൾ നിനക്ക് വരുന്നതൊന്നും നഷ്ടങ്ങളല്ല, നിന്റെ ജീവിതത്തിൽ നീ മറ്റൊരാൾക്ക് വഴികാട്ടിയാവാനുള്ള വഴികളാണ്. ദാറ്റ്സ് ലൈഫ്.